ആരെ ബോധിപ്പിക്കാനാ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ണീരൊടുക്കണേ? ഇത്ര നീചനാവാൻ ആരൊക്കെങ്ങനെ കഴിഞ്ഞു? അൻവറിക്ക എന്നോട് എന്ത് തെറ്റാ ചെയ്തേ? നോക്കിയോ, ഈ ചെയ്തതിനൊക്കെ ഈ അനുഭവിക്കും. പഠിച്ചു എന്നെ അനുഭവിപ്പിക്കും. നിങ്ങളെപ്പോലൊരു ദുഷ്ടനെയാണോ ഇത്രയും നാളും നമ്മൾ മനസ്സിൽ കൊണ്ടു നടന്ന് സ്നേഹിച്ചത്? നിങ്ങളെ പോലൊരുത്തനെ നിക്കാഹ് കഴിക്കാൻ ആഗ്രഹിച്ച എന്നോട് പഠിച്ചോ പോലും പൊറുക്കില്ല. എന്റെ ഇങ്ങനെ നിക്കാഹ് നടത്താനായിട്ട് മുന്നിട്ടിറങ്ങിയ മനുഷ്യനോടാ നിങ്ങളെ ക്രൂരത കാണിച്ചത്. ഉള്ളോണ്ട് അൻവറിക്ക നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നിട്ട് നിങ്ങള് വേണ്ട, ഇനി നാവ് കൊണ്ട് എന്റെ പേര് പറയണ്ട. നിങ്ങൾ എനിക്കിനി കാണണ്ട. എനിക്ക് വെറുപ്പാ. ഈ കൈ കൊണ്ടാ അൻവറെ നമ്മളെ ഊട്ടി വലുതാക്കിയത്. ഇതെങ്കിലും നമ്മൾ ചെയ്തില്ലെങ്കിൽ പടച്ചോ നമ്മളോട് പൊറുക്കൂല. ഓനേക്കാൾ അല്പം കൂടുതൽ അന്നെ നമ്മള് സ്നേഹിച്ച് അത് തെറ്റെന്നത് ഇപ്പൊ നമുക്ക് തോന്നണ്. ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്നവരല്ലേ ഞങ്ങള് രണ്ടാളും. എന്തിനാടാ ജമാലെ ചെയ്തത്? ഞങ്ങളെക്കാളും ഓൻ അന്നെയാടാ സ്നേഹിച്ചിരുന്നത്. തിരിച്ചറിവില്ലാതെ ചെയ്തു പോയതാ. ഇങ്ങനെയൊക്കെ ആവുമെന്ന് അറിഞ്ഞില്ല. എന്നെ എത്ര വേണേലും തല്ലിക്കോളൂ, ശമിച്ചോളൂ. ഷാനുവിനെ വെറുക്കരുത്. പിഴച്ചു പറ്റ എന്നെ ഉപേക്ഷിക്കാതെ വളർത്തി വലുതാക്കിയതിനും സ്നേഹിച്ചതിനും എന്റെ കൽബ് നിറയെ പെരുത്ത് നന്ദിയുണ്ടല്ലായിരുന്നു. ബാപ്പയായിരുന്നു പോലും അറിയാത്ത എനിക്ക് ഒരു ബാപ്പയുടെ സ്നേഹവും വാത്സല്യം നിങ്ങൾ തന്നു. പടച്ചോനേക്കാൾ മേലെയാണ് മാമ എന്റെ ഗൽബിൽ നിങ്ങൾക്കുള്ള സ്ഥാനം. ഡോക്ടർ ഡോണ്ട് വറി, ഹി ഈസ് ഓൾ റൈറ്റ്. കുറച്ച് കഴിയുമ്പോൾ ഐസിയിലേക്ക് മാറ്റും. ആരായി ജമാൽ? എന്തിനാണ് തിരക്കണത്? അയാൾ എവിടേക്കെങ്കിലും പോട്ടെ, ഇങ്ങനെ പറയാതിരിക്കണതാ നല്ലത്. ജമാലിനെ കാണണമെന്ന് പേഷ്യന്റ് പറയുന്നു. വേണ്ട, എന്റെ അൻവർക്ക് ഇപ്പൊ ജമാലിനെ കാണണ്ട. അത് നിശ്ചയിക്കേണ്ട നിങ്ങളല്ല. ജമാൽ ആരായിരുന്നാലും ശരി, നിങ്ങൾ അയാളെ ഉടനെ ഇവിടെ എത്തിക്കണം. അല്ലെങ്കിൽ പേഷ്യന്റിന്റെ മനോനില തന്നെ തെറ്റും. എവിടെ ഉണ്ടായാലും ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവരാം ഡോക്ടർ. ഹാജരെ, എന്തായാലും ജമാല് ചെയ്തത് തെറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ തൽക്കാലം നമുക്ക് എല്ലാവർക്കും അത് മറക്കാം. ഒരു കുഴപ്പവും കൂടാതെ അൻവറിന്റെ ജീവൻ പടച്ചോ നമുക്ക് തിരിച്ചു തന്നില്ലേ? അവൻ ജമാലിനെ കാണാൻ ആഗ്രഹിക്കുന്നു. വാ, നമുക്ക് പോയി അവനെ വിളിച്ചോണ്ട് വരാം. ഹാജര് വിളിച്ച അവൻ ജമാല് തീർച്ചയായിട്ടും വരും. വാ, എന്നാ നിങ്ങൾ ചെന്നേച്ചു വാ. വാ ഹാജര്. ഓൻ എങ്ങോട്ടാ പോയത്? ഇവിടെ എവിടെയെങ്കിലും കാണും. എല്ലാരും കൂടി പറഞ്ഞപ്പോ അവന് വിഷമായി കാണും. എന്തായാലും നമുക്ക് അന്വേഷിക്കാം. അതെ, പേഷ്യന്റിന് ഒരു ജോഡി ഡ്രസ് വേണം. എടുത്തോണ്ട് വരാം. വേഗം വേണം. എന്നാ നിങ്ങൾ ഇവിടെ ഇരി, നമ്മൾ പോയി എടുത്തിട്ട് വരാം. ഉമ്മ തനിയെ പോകണ്ട, ഞാനും വരാം. അപ്പൊ ഇവിടെ ആരാ? ഈ എവിടെ ഇരുന്നോ? ഇവിടെ ഐഷുല്ലേ, പിന്നെ ബാബയ്ക്ക് ഇപ്പൊ വരൂലേ? എന്നാ ഓര് വന്നിട്ട് പോവാ. വേണ്ട, നിങ്ങളിപ്പോ ഡ്രസ് എടുത്തോണ്ട് വാ, ഞാനുണ്ടല്ലോ ഇവിടെ. എന്നാ ഞങ്ങള് പോയിട്ട് വരാം ഐഷു. മോളെ, അൻവറുടെ ഷർട്ട് മുണ്ട് ഞാൻ പൊയിഞ്ഞെടുക്ക്. ആ അമ്മ. ജമാലെ, ചതിച്ചോടാ ഈ.
ജമാലെ 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 ജമാല് റിലാക്സ് അൻവർ, റിലാക്സ്. ജമാൽ ഇപ്പൊ വരും, ജമാൽ ഇപ്പൊ വരും. റിലാക്സ്. ആ, എവിടെ ജമാൽ? ഓനെ നമ്മൾ ഒരുപാട് തെരഞ്ഞു, പക്ഷെ കണ്ടില്ല. അൻവർ ചെറിയൊരു മയക്കത്തിലായിരുന്നു. ഇപ്പൊ വീണ്ടും ബോധം വന്നപ്പോൾ വീണ്ടും ജമാലിനെ അന്വേഷിക്കുന്നു. അയാളെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കണം. നമ്മള് ഒന്ന് കണ്ടോ? ആ, അൻവറെ, ഇതാരൊക്കെയാന്ന് നോക്കിയേ. ജമാല് മാമ മോനെ അൻവറേ, മാമ ജമാല്. ഓൻ വരും, നീ വിഷമിക്കാതെ, ഓൻ വരും. അവനെ വെറുക്കരുത് മാമ. അവൻ പാവം, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനും ലൈലയാ തെറ്റുകാരി. അവനറിയാതെ ചെയ്തത്. നമ്മുടെ ജമാല് പാവം. നമ്മുടെ ജമാല് പാവം. എനിക്ക് ജമാലിനെ കാണണം. കൊണ്ടുവരാം മോനെ, നമ്മുടെ ജമാലിനെ മാമ വിളിച്ചോണ്ട് വരാം. ആ, അധികം സംസാരിപ്പിക്കണ്ട, പോയി ജമാലിനെ വിളിച്ചോണ്ട് വരും. ഓ, ആ, ആ. നീയൊക്കെ ഗൾഫിൽ പോണ സമയത്ത് ഞാനൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ സംശയിക്കും. മാമ നോക്കിക്കോ, ഒരിക്കൽ ഈ ജമാൽ ഒരു സൂപ്പർ സ്റ്റാറായി ഉയരങ്ങളിലെത്തി നിൽക്കുമ്പോൾ ഈ എന്നെ ഒരു നോക്ക് കാണുവാൻ നിങ്ങളൊക്കെ ആഗ്രഹിക്കും. മാമ നന്നായി വരും. പടച്ചോക്കാക്കു, അന്നെ പടച്ചോക്കാക്കു. ആ, മോനെ അൻവറേ, ഈ ഷർട്ട് അൻവർ അല്ല മാമ, ജമാലാണ്. ഇനിയെന്നും അങ്ങനെ തന്നെയായിരിക്കും. അവന്റെ ജീവനാണ് എനിക്കവൻ തന്നിട്ട് പോയത്.